ലേൺ മിറൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴുത്തിലണിയുന്ന ആഭരണമായ ഉപഗ്രീവമാണ് വരച്ചത്. ഇന്ന് നമ്മൾ മറ്റൊരു നെക്ലേസ് ഡിസൈനാണ് വരയ്ക്കാൻ പോകുന്നത്, ഗ്രൈവേയം. മുൻപ് നമ്മൾ ഉപഗ്രീവം വരച്ചപ്പോൾ അതിൽ പ്രഷ്യസ് സ്റ്റോൺസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലായിരുന്നു ഡിസൈൻ ഉണ്ടായിരുന്നത്. ഇനി ഗ്രൈവേയത്തിലും ഇതുപോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. അതിൻ്റെ കൂടെ പേൾസും കൂടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ഉള്ളത്. ഈ പേൾസും പ്രഷ്യസ് സ്റ്റോൺസും കൂടെ ഒരു പ്രത്യേക രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രൈവേയത്തെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ സ്കെച്ചിങ് ടൈമിൽ ഞാൻ പറഞ്ഞു തരാം. ട്രഡീഷണൽ മ്യൂറൽ പെയിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനലായ ലേൺ മ്യൂറൽസ് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച ഉപഗ്രീവത്തിനും അതിനു മുമ്പ് വരച്ചിരുന്ന ഉദരബന്ധത്തിനും ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിന് ഫില്ല് ചെയ്യുന്ന രീതിയിലാണ് ഗ്രൈവേയം വരയ്ക്കുന്നത്. ഗ്രൈവേയത്തിന് മെയിൻലി 2 കമ്പോണൻസ് ആണുള്ളത്. മുത്തുമണികൾ ചേർത്ത് വെച്ചിട്ടുള്ള മാല പോലുള്ള ഒരു ഭാഗവും അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ഒരു ലോക്കറ്റ് പോലെ ഇരിക്കുന്ന പതക്കം പോലെയുള്ള മറ്റൊരു ഭാഗവും. നമ്മൾ ഇതുവരെ വരച്ചിരുന്ന ആഭരണങ്ങളിൽ നിന്നെല്ലാം ഗ്രൈവേയത്തിനുള്ള വ്യത്യാസം എന്നാൽ അതിനുള്ള ഈ സെൻറ്ററിലുള്ള ലോക്കറ്റ് തന്നെയാണ്. ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ കഴുത്തിലുള്ള ഗ്രൈവേയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഗ്രൈവേയത്തിൻ്റെ നടുക്കുള്ള ഈ പതക്കത്തിൻ്റെ മുത്തുമണികൾ ഇളകിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പതക്കത്തിനും അതിലുള്ള മുത്തുമണികൾക്കും വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന കളേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പെയിൻറ്റിങ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ റെഡ് ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് യെല്ലോ വാഷാണ്. യെല്ലോ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ കളേഴ്സാണ് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്യണം. ഈ പ്രഷ്യസ് സ്റ്റോൺസിന് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചുമർചിത്രങ്ങളിൽ നമ്മൾ 5 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ നിറങ്ങളിൽ റെഡ്, ബ്ലൂ, ഗ്രീൻ, ഇതിലേത് നിറം വേണമെങ്കിലും നമുക്ക് സ്റ്റോൺസിന് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ സ്റ്റോണിന് ബ്ലൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് യെല്ലോ വാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് നിർബന്ധമായും യെല്ലോ വാഷ് കൊടുക്കണം. ഗ്രീൻ ആണെങ്കിൽ അവിടെ ഒരു കോട്ട് യെല്ലോ വാഷും,
റെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കോട്ട് യെല്ലോ വാഷ് നമുക്ക് കൊടുക്കണം. പേൾസിന് നമ്മളിവിടെ കളേഴ്സ് ഒന്നും കൊടുക്കുന്നില്ല, കാരണം അത് വൈറ്റ് പേൾസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് യെല്ലോ വാഷ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രൈവേയം എങ്ങനെയാണ് സ്കെച്ച് ചെയ്യേണ്ടതെന്നും പെയിൻറ്റ് ചെയ്യേണ്ടതെന്നും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർണമെൻ്റാണിത്. നമുക്കിത് മിക്ക ചിത്രങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.